പ്രമുഖ സ്വഹാബിയ, മുത്തനബിയുടെ അടുത്ത സതീർത്ഥ്യനാണ്, അടുത്ത കൂട്ടുകാരനാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. ഇത് നമ്മളൊക്കെ പഠിച്ചു വയ്ക്കണം, ഞാനും പഠിച്ചു വയ്ക്കണം, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ദിവസം എപ്പോഴും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിലൊക്കെ നിരന്തരമായി വരുന്ന സ്വഹാബിയാണ്. നിരന്തരമായി നിസ്കാരത്തിലാകട്ടെ നന്മയായ കാര്യങ്ങളിലാകട്ടെ വരുന്ന ഒരു സഹാബിയുടെ പേരാണ്, ഒരുപാട് പേരുണ്ട്, അതിൽപ്പെട്ട ഒരു പ്രമുഖ സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം ജുമാ ദിവസത്തിന് ഈ സ്വഹാബിയെ കാണാനില്ല. ജുമാ ദിവസമേ നമ്മളെ പോലെ തന്നെ ചിലരൊക്കെ അങ്ങനെയാണ്, ജുമാ മാത്രമേ പറഞ്ഞുള്ളൂ, സുബഹിയുള്ള ഓരോ അസറൊന്നും പറഞ്ഞില്ല. അപ്പോ റസൂൽ നോക്കുമ്പോ മുആദിനെ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ജുമുഅക്ക് കാണാനില്ല. സ്വഹാബത്തിനോട് ആരാഞ്ഞു, മുആദ് എവിടെ? മുആദ് എന്ന് പറയുന്നതായ നിങ്ങൾ കൂട്ടുകാരൻ എവിടെ, നിങ്ങളെ സതീർത്ഥ്യൻ എവിടെ എന്ന് മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ആരാഞ്ഞതായ പുണ്യ റസൂലിനോട് സ്വഹാബത്ത് കൂട്ടിച്ചേർക്കേണ്ടായി. യാ റസൂലല്ലാഹ്, മുആദ് എന്ന് പറയുന്നതായ സ്വഹാബിക്ക് വല്ലാതെ കടം കൂടിയിരിക്കുകയാണ്. പൈസ വാങ്ങുമ്പോ അത് തിരിച്ചു കൊടുക്കണമെന്നുള്ളതായ ഒരു കർത്തവ്യമുണ്ട്, കടമയുണ്ട്. അത് പൂർത്തിയാക്കാൻ കഴിയാതെ, കടം കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വല്ലാതെ കഷ്ടപ്പെടുകയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന് വലിയ വിഷമമായി, പ്രവാചകന് വല്ലാത്ത സങ്കടമായി. എല്ലാ വഖത്തും പള്ളിയിൽ വന്ന് ഇമാമത്തും ജമാഅത്തുമായി നിസ്കരിക്കുന്നതായ മുആദ് തങ്ങൾ എവിടെന്ന് ചോദിക്കുമ്പോ ജുമാ നിസ്കാരത്തിന് പോലും ആളുകളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ വിഷമിക്കുന്ന വേദനിക്കുന്ന സങ്കടപ്പെടുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് കടം കാരണമാണെന്ന് പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. കടങ്ങൾ മാറുവാൻ, ബാധ്യതകൾ മാറുവാൻ, വിഷമത്തിലൂടെ കടങ്ങളിലൂടെ വിഷമിക്കുന്നതായ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, ഞാൻ ഒരുപക്ഷേ കടക്കാരനായേക്കാം, നിങ്ങൾ പലർക്കും കടമുണ്ടാകാം, ഇല്ലാതിരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴി പറഞ്ഞു തരികയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഇങ്ങനെ എന്താണ് പറയുന്നതെന്ന് വളരെ ക്ഷമയോടെ ഇങ്ങനെ കാത്തിരുന്നു. റസൂലിന്റെ വായിൽ എന്താ വരുന്നത്? മുആദ് തങ്ങളെ വിളിച്ചു. ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ മുത്തനബി അവിടുത്തെ പരിശുദ്ധമായ ഹദറത്തിലോട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് പറയാൻ, വിഷമിക്കേണ്ട കാര്യമില്ല, കടം എല്ലാവർക്കും ചിലപ്പോ ഉണ്ടാകാതിരിക്കാം, അതൊരു മോശമായ കാര്യമില്ല, പക്ഷെ അതിനോട് മാന്യമായ രീതിയിൽ പെരുമാറണം. കൊടുക്കാൻ സാധിച്ചില്ല, അവരോട് പോയിട്ട് ഇൻഷാല്ലാഹ് കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കണം. എന്നിട്ടൊരു വഴി പറഞ്ഞു കൊടുക്കാം. ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിസ്കാര ശേഷവും എന്ത് ചെയ്യുക? രണ്ടായത്ത് ഓതണം. എല്ലാ നിസ്കാര ശേഷവും ആയത്ത് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കും, കാരണം ഗുണമുള്ള ആയത്താണ്. സൂറത്ത് ആലി ഇംറാനിൽ ആദ്യത്തെ ഭാഗത്ത് 2 ആയത്തുകൾ മുത്തനബി പരിചയപ്പെടുത്താൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തു'തിൽ മുൽക മാ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തുലിജുൽ ലൈല ഫിന്നഹാരി വതുലിജുൻ നഹാറ ഫിൽ ലൈൽ. തുടങ്ങുന്നതായ 2 ആയത്തുകൾ ചെറിയ ആയത്തുകളാണ്. ഈ ആയത്തിനെ മുആദ് തങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, മുആദേ, വെറുതെ ചൊല്ലിയാ പോരാ, നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ചൊല്ലിയാ പോരാ, ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത്? ഇത് ചൊല്ലേണ്ട ഒരു സമയമുണ്ട്. ഈ ആയത്ത് പാരായണം ചൊല്ലേണ്ട ഒരു സമയമുണ്ട്. എപ്പോഴാണ്? ബഅദ സ്വലാത്ത്, നിസ്കാര ശേഷം. നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് ഈ ആയത്ത് ഓതണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നിസ്കരിക്കണം. നിസ്കരിച്ചാലേ ആയത്തോട്ട് കാര്യമുള്ളൂ. നമ്മൾ നിസ്കാരമുള്ളവരാകണം.
നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ ആയത്തിന് നീ പാരായണം ചെയ്യ്, നിന്റെ കടബാധ്യതകൾ മാറുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബാധ്യതകളെ തൊട്ടും അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ കടങ്ങളാൽ വിഷമിക്കുന്നുണ്ട്. കടങ്ങൾ കൊണ്ട് പരസ്പരം മുഖത്ത് നോക്കാൻ കഴിയാതെ വിഷമിക്കുന്നതായ വേദനിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ ആശ്വാസമാണ് ഖുർആൻ. ഖുർആൻ എല്ലാത്തിന്റെയും ആശ്വാസമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹമാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിക്കുന്നവൻ അനുഗ്രഹമാണ് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, മുആദ് തങ്ങളുടെ ചരിത്രം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നിത്യജീവിതത്തിലൂടെ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആയത്തുകളൊക്കെ പ്രത്യേകം പഠിക്കണം. സൂറത്ത് ആലി ഇംറാനിലെ ആയത്തുകളാണ്. പ്രത്യേകം പഠിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാ നിസ്കാര ശേഷവും നമ്മൾ നിസ്കാരക്കാരാകണം.